സുഹൃത്തുക്കളായ 3 പേർ അപരിചിതനായ മറ്റൊരാളുടെ കൂടെ ആമസോൺ കാട്ടിലൂടെ യാത്ര നടത്തുന്നു. അവരുടെ ലക്ഷ്യമാവട്ടെ ലോകത്ത് ആരും ഇതുവരെ കേട്ടറിഞ്ഞിട്ടില്ലാത്ത ആമസോൺ ഉൾക്കാടുകളിൽ താമസിക്കുന്ന ഇന്ത്യൻ ഗോത്രവർഗത്തെ തേടി കണ്ടുപിടിക്കുക എന്നതാണ്. ലോകത്ത് ആരും ഇതുവരെ കേട്ടറിഞ്ഞിട്ടില്ലാത്ത വന്യമൃഗങ്ങളും വിഷച്ചെടികളും ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ആമസോൺ കാട്ടിലൂടെയുള്ള അവരുടെ യാത്ര അത്ര നിസ്സാരമല്ലായിരുന്നു. ആ യാത്രക്കിടയിൽ യോസി ഗിൻസ്ബർഗ് എന്ന യുവാവ് അവരുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള യാത്രകൾ പകൽ സമയത്ത് വെളിച്ചം പോലും ഉള്ളിൽ കയറാൻ പറ്റാത്ത ആമസോൺ മഴക്കാട്ടിലൂടെ ഒറ്റയ്ക്കായിരുന്നു. 14 ദിവസം നീണ്ട ഒറ്റയ്ക്കുള്ള യാത്രയും യോസി എന്ന പരിവേഷകൻ്റെ അതിജീവനത്തിൻ്റെ കഥ പറയുന്ന 1981 നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് 2017 പുറത്തിറങ്ങിയ ജംഗിൾ. 1981 കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണിത്. സൈനിക ജീവിതം നയിച്ചതിനു ശേഷം യോസി ഗിൻസ്ബർഗ് എന്ന ചെറുപ്പക്കാരൻ യാത്രകളും പരിവേഷണവുമായി പിന്നീട് മുൻപോട്ട് നീങ്ങി. പരിവേഷകനായ യോസി ചെല്ലുന്ന നാട്ടിലെ ആചാരങ്ങളും സംസ്കാരങ്ങളും എല്ലാം പഠിക്കാൻ തുടങ്ങി. സൗത്ത് അമേരിക്കയിലെ ബൊളീവിയ എന്ന രാജ്യത്ത് പരിവേഷണത്തിന് വന്നതാണ് യോസി. ബൊളീവിയയിൽ വെച്ചുള്ള ഒരു ബോട്ട് യാത്രക്കിടയിലാണ് പരിവേഷകനും സ്കൂൾ ടീച്ചറുമായ മാർക്കസ് ടാമിനെ യോസി പരിചയപ്പെടുന്നത്. യാത്രകളും സാഹസങ്ങളും ഇരുവർക്കും ഇഷ്ടമായതുകൊണ്ട് സുഹൃത്തുക്കളാകുന്നതിൽ അവർക്ക് അധികം സമയം വേണ്ടി വന്നില്ല. ബൊളീവിയയിലെ ഒരു ചെറു നഗരത്തിലെത്തിയ ഇരുവരും ആ ഗ്രാമത്തിലുള്ള പലരുമായി സൗഹൃദം സ്ഥാപിച്ചും പലരുമായി അടുത്തിടപഴകി. ആ ഗ്രാമത്തിൽ വെച്ച് തന്നെ യാദൃശ്ചികമായിട്ടാണ് മാർക്കസ് അവൻ്റെ സുഹൃത്തായ കെവിൻ ഗേലിനെ കാണുന്നത്. ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫറായ കെവിന് കാൽനട യാത്ര നടത്താനും സാഹസങ്ങൾ നടത്താനും വളരെ ഇഷ്ടമാണ്. സൗത്ത് അമേരിക്കയിലെ എല്ലാ നഗരങ്ങളും കാടുകളും യാത്ര ചെയ്ത ഒരാൾ കൂടിയാണ് കെവിൻ. മാർക്കസ് തൻ്റെ സുഹൃത്തായ കെവിനെ യോസിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആ ദിവസം രാത്രി അവർ 3 പേരും അവർ ഓരോരുത്തരും നടത്തിയ യാത്രകളും അനുഭവങ്ങളും പരസ്പരം പങ്കുവച്ചു. പിറ്റേ ദിവസം അവർ 3 പേരും ബൊളീവിയയിലുള്ള ചെറു നഗരങ്ങൾ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. ലാപാസ് എന്ന ഗ്രാമത്തിലെത്തിയ അവർ ആ ഗ്രാമത്തിലെ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും സന്തോഷത്തോടെ പങ്കെടുത്തു. അങ്ങനെ ഇരിക്കെയാണ് ലാപാസിലെ ഒരു മാർക്കറ്റിൽ വെച്ച് കാൾ എന്ന പേരായ അപരിചിതൻ യോസിയെ പരിചയപ്പെടുന്നത്. യോസി ഒരു അമേരിക്കക്കാരനാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കാൾ പരിചയപ്പെട്ടത്. യാത്രകളും പരിവേഷണവും യോസിക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ കാൾ ഒരു പ്രത്യേക ഗോത്രത്തെപ്പറ്റി യോസിക്ക് പറഞ്ഞു കൊടുത്തു. ടൊറോമോണസ് ഇന്ത്യൻസ്. ആരും ഇതുവരെ കേട്ടറിഞ്ഞിട്ടില്ലാത്ത ഒരു ഗോത്രമാണത്. യോസി പോലും ആദ്യമായിട്ടാണ് ആ ഗോത്രത്തെപ്പറ്റി കേട്ടത്. ആമസോൺ മഴക്കാടുകൾ കഴിഞ്ഞ് ഷിക്കോയിലെ റിയോ കൊളറഡോയിലാണ് ആ ഗോത്രം താമസിക്കുന്നത്. കാൾ പണ്ട് ആ ഗോത്രത്തിൻ്റെ കൂടെ എടുത്ത ഫോട്ടോകൾ കാണിച്ചപ്പോൾ യോസിക്ക് വിശ്വാസമായി. ആ ഗോത്രവർഗത്തെ കാണാനും അവരെപ്പറ്റി പഠിക്കാനും യോസിക്ക് ആഗ്രഹം തോന്നി. അത് മനസ്സിലാക്കിയ കാൾ യോസിയെ അവിടെ എത്തിക്കാൻ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകി. ആ ദിവസം രാത്രി തന്നെ യോസി കാളിനെ കണ്ട കാര്യവും കാൾ പറഞ്ഞ ടൊറോമോണസ് ഇന്ത്യൻസ് എന്ന ഗോത്രത്തെ പറ്റിയും മാർക്കസിനോടും കെവിനോടും പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർ 2 പേരും ആ കാര്യങ്ങൾ വിശ്വസിച്ചില്ല. യോസിയെ കബളിപ്പിക്കാൻ കാൾ എന്ന മനുഷ്യൻ കള്ളം പറഞ്ഞതെന്നാണ് അവർ 2 പേരും പറഞ്ഞത്. യോസിക്ക് ആ ഗോത്രത്തെ കാണാൻ ആഗ്രഹമുണ്ടെന്നും ആ യാത്ര നടത്തണമെന്നും പറഞ്ഞു. കാളിനെ നേരിൽ കണ്ട് സംസാരിച്ചു കഴിയുമ്പോൾ അവർ ഇരുവർക്കും ബോധ്യമാകുമെന്ന് യോസി വിശ്വസിച്ചു. പിറ്റേ ദിവസം അവർ 3 പേരും കാളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. ടൊറോമോണസ് ഇന്ത്യൻസ് എന്ന ഗോത്രത്തെപ്പറ്റി കാൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുമാത്രമല്ല ആ ഗോത്രത്തിൻ്റെ ഫോട്ടോകളും അവർക്ക് കാണിച്ചു കൊടുത്തു. ഫോട്ടോഗ്രാഫറായ കെവിൻ ഇങ്ങനെയൊരു ഗോത്രത്തിൻ്റെ ഫോട്ടോ എടുത്താൽ അതൊരു അപൂർവ നേട്ടമായിരിക്കുമെന്ന് കെവിൻ മനസ്സിലാക്കി. കാരണം ആരും കേട്ടറിഞ്ഞിട്ടില്ലാത്ത ഒരു അപൂർവ ഗോത്രമാണത്. കാൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ കെവിനും വിശ്വസിച്ചു. പക്ഷേ മാർക്കസിന് മാത്രം അതിനോട് താല്പര്യം തോന്നിയില്ല. പക്ഷേ ബാക്കി 2 പേർ നിർബന്ധിച്ചപ്പോൾ അവസാനം മാർക്കസും സമ്മതം മൂളി. അവർക്ക് യാത്ര ചെയ്യാനുള്ള വഴി കാൾ ഒരു മാപ്പിൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോളോ എന്ന പ്രദേശത്ത് എത്തിയതിനു ശേഷം കാടുകൾ മറികടന്ന് അവർക്ക് അസിറിയാമസിൽ എത്തണം. അതിനുശേഷം റിക്കോയിലെ ക്രിയോ കൊളറാഡോയിൽ. അവിടെയാണ് ടൊറോമോണസ് ഇന്ത്യൻസ് എന്ന ഗോത്ര ജനതയുള്ളത്. 3-4 ദിവസത്തോളം വരുന്ന യാത്രയാണത്. ആ സ്ഥലത്തെത്താൻ അവരെ നയിക്കുന്നതിന് $500 കാൾ അവരോട് ആവശ്യപ്പെട്ടത്. പിറ്റേ ദിവസം തന്നെ യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണവും സാധനങ്ങളും എല്ലാം അവർ വാങ്ങി. ആ ദിവസം രാത്രി അവർ 3 പേരും അവരുടെ യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ പാക്ക് ചെയ്തു. അതിൻ്റെ കൂടെ യോസി അവൻ്റെ പ്രിയപ്പെട്ട ഡയറി എടുത്തു വെക്കുന്നത് കണ്ട് കെവിൻ അതെന്താണെന്ന് അന്വേഷിച്ചു. യോസിയുടെ മുത്തശ്ശൻ പട്ടാളത്തിലായിരുന്നപ്പോൾ ഉപയോഗിച്ച ഒരു പഴയ ഡയറിയാണത്.
ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒരു പ്രതീകമാണത്. അത് തൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ തനിക്ക് ധൈര്യവും സംരക്ഷണവും നൽകുമെന്ന് യോസി പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവർ 3 പേരും കാളും ചേർന്ന് ഒരു ചെറു വിമാനത്തിൽ അപ്പോളോ എന്ന പ്രദേശത്തിറങ്ങി. അവിടെ നിന്നാണ് അവരുടെ ആ യാത്ര തുടങ്ങുന്നത്. ആമസോൺ മഴക്കാടുകളുടെ തുടക്കമായിരുന്നു ആ പ്രദേശം. മരങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ആ ഘോരവനത്തിൽ അവർ യാത്ര തുടങ്ങി. ആ ദിവസം രാത്രി അവർ കാട്ടിൽ ശല്യമില്ലാത്തൊരു സ്ഥലത്ത് ടെൻറ്റ് കെട്ടി അവിടെ തങ്ങി. അവർ കരുതി വെച്ച സാധനങ്ങൾ ഉപയോഗിച്ച് അവർ സൂപ്പ് ഉണ്ടാക്കി ഭക്ഷിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ എഴുന്നേറ്റ് അവരുടെ യാത്ര പിന്നീടും തുടർന്നു. കാർമേഘമൊന്നും കാണാനില്ലെങ്കിലും ആ വലിയ വനത്തിൽ നന്നായി മഴ പെയ്തു. ആമസോൺ മഴക്കാടുകളുടെ ഒരു പ്രത്യേകതയാണത്. മഴക്കാലമില്ലെങ്കിലും അപ്രതീക്ഷിതമായി മഴ പെയ്യും. ആ രാത്രി തന്നെ അവരുടെ നനഞ്ഞ വസ്ത്രങ്ങളെല്ലാം അവർ ഉണക്കാനിട്ടതിനു ശേഷം അവർ തീ കാഞ്ഞു. അങ്ങനെ കാട്ടിലൂടെയുള്ള അവരുടെ യാത്ര 3-ാം ദിവസമായി. യാത്രക്കിടയിൽ വിഷമില്ലാത്ത ചെറിയ പ്രാണികൾ കടിക്കുക സ്വാഭാവികമാണ്. അവർ 3 പേരിൽ മാർക്കസിന് പേടി കൂടുതലാണ്. ചില സമയങ്ങളിൽ കാൾ മുമ്പിൽ നടക്കുമ്പോൾ അവർ ചെറുതായി വഴിതെറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് മാർക്കസാണ്. ഇത് യാത്രയുടെ ഭാഗമാണ്. അഡ്വഞ്ചറില്ലാതെ ഒരു യാത്രയുമില്ല. യോസി പലപ്പോഴായും മാർക്കസിനോട് പറഞ്ഞു. അസറിയാമസ് എന്ന പ്രദേശത്തേക്കാണ് അവർക്ക് അടുത്തത് എത്തിച്ചേരേണ്ടത്. വൈകാതെ തന്നെ അവർ 3 പേരും കാളും അസറിയാമസ് എന്ന സ്ഥലത്തെത്തി. ആമസോൺ കാട്ടിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് അസറിയാമസ്. ആ ഗ്രാമത്തിലെ എല്ലാവർക്കും കാളിനെ നല്ല പരിചയമുണ്ട്. മുൻപോട്ടുള്ള നീണ്ട യാത്രയിൽ തങ്ങാനൊരിടം, അതുമാത്രമായിരുന്നു അസറിയാമസ്. അസറിയാമസിലെ ഭാഷ അവർ 3 പേർക്ക് അറിയത്തില്ലെങ്കിലും കാളിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആ ഗ്രാമവാസികൾക്ക് അവർ 3 പേരെയും കാൾ പരിചയപ്പെടുത്തി. ആ ഗ്രാമവാസികൾ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർക്ക് പ്രത്യേക ഭക്ഷണ വിഭവങ്ങൾ നൽകി. അവർക്ക് കിടക്കാൻ ഇടം നൽകി. അവർ 3 പേരും ഗ്രാമവാസികളുമായി സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. അവിടുത്തെ കുട്ടികൾക്കെല്ലാം അവർ 3 പേരും പ്രിയപ്പെട്ടവരായി. ആ കുട്ടികളുടെ കൂടെ അവർ പന്ത് തട്ടി സമയം ചെലവഴിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഗ്രാമവാസികളെല്ലാവരും അവരെ സന്തോഷത്തോടെ പറഞ്ഞയച്ചു. മുൻപോട്ടുള്ള യാത്ര ഇനി കൂടുതൽ ദുഷ്കരമായിരിക്കുമെന്ന് കാൾ അവരോട് പറഞ്ഞു. നദി വഴി നടന്നു നീങ്ങുമ്പോൾ നദിയിലെ മണൽ അരിച്ചെടുത്ത് സ്വർണ്ണത്തരികൾ വേർതിരിക്കാൻ കാൾ അവരെ പഠിപ്പിച്ചു. വഴിയിൽ വെച്ചുള്ള അവരുടെ മനോഹര നിമിഷങ്ങളെല്ലാം കെവിൻ അവൻ്റെ ക്യാമറയിൽ പകർത്തി. മുൻപിലുള്ള ചെടികളും വൃക്ഷങ്ങളും വെട്ടിത്തെളിച്ച് കാൾ മുൻപിൽ നിന്ന് അവരെ നയിച്ചു. കാടിനുള്ളിൽ നടന്നു നീങ്ങിയപ്പോഴാണ് കാൾ കുരങ്ങന്മാരുടെ ഒരു കൂട്ടത്തെ കണ്ടത്. കയ്യിലുള്ള അവരുടെ തോക്കുപയോഗിച്ച് കാൾ ഉടനെ ഒരു കുരങ്ങനെ വെടിവെച്ച് താഴെയിട്ടു. താഴെ കിടന്ന ആ കുരങ്ങനെ അടിച്ചു കൊല്ലുന്നത് കണ്ട് അവർ 3 പേരും ഒന്ന് ഞെട്ടിത്തിരിച്ചു നിന്നുപോയി. ആ ദിവസം രാത്രി അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ആ കുരങ്ങൻ തന്നെയായിരുന്നു. ആ കുരങ്ങനെ തീയിൽ ചുട്ട് കാൾ ഭക്ഷിച്ചു. പക്ഷേ ബാക്കി 3 പേർക്കും ഒരു കുരങ്ങൻ്റെ ഇറച്ചി ഭക്ഷിക്കാൻ മടിയായിരുന്നു. പക്ഷേ അതല്ലാതെ അവർക്ക് ഭക്ഷിക്കാൻ മറ്റൊന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കെവിനും യോസിയും അത് ഭക്ഷിച്ചു. മാർക്കസ് അറപ്പോടെ ആ മാംസം ഭക്ഷിച്ചില്ല. പകരം കാൾ അന്ന് അവന് ഭക്ഷിക്കാൻ കുറച്ച് ചോറുണ്ടാക്കി നൽകുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം അവരുടെ യാത്ര അവർ വീണ്ടും തുടർന്നു. യാത്രക്കിടയിൽ മാർക്കസിന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ എത്തുകയാണ്. ഒന്ന് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത മാർക്കസിൻ്റെ ഷൂസ് കാൾ ഊരി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ദൂരം നടന്നതുമൂലം അവൻ്റെ കാലിൻ്റെ അടിഭാഗം ചെരുപ്പിലൊരുങ്ങി മുറിവായിരിക്കുകയാണ്. മുമ്പോട്ടുള്ള അവൻ്റെ യാത്ര ഇനി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഇനി പതിയെ മുൻപോട്ട് നീങ്ങാൻ കഴിയത്തുള്ളൂ. അവൻ്റെ സുഹൃത്തുക്കൾ 2 പേർക്കും അവനോട് അമർഷമാണ് തോന്നുന്നത്. കാരണം മാർക്കസ് കാരണം അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ കൂടുതൽ ദിവസം ഇനി അവർക്ക് നടക്കേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം കൂടെ കടന്നുപോയി. മാർക്കസിൻ്റെ കാലിൻ്റെ അവസ്ഥയിൽ യാതൊരു മാറ്റവുമില്ല. മുൻപോട്ടുള്ള മാർക്കസിൻ്റെ കൂടെയുള്ള യാത്ര ഇനി ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ തിരികെ അസറിയാമസ് ഗ്രാമത്തിലേക്ക് മാർക്കസിനെ കൊണ്ട് തിരികെ പോകണം. പക്ഷേ അതിനൊരു 3 ദിവസം അവർക്ക് വേണ്ടി വരും. അപ്പോൾ കാൾ ഒരു കാര്യം പറഞ്ഞു. ഞാൻ കാടുകൾ താണ്ടി യാത്ര ചെയ്ത് ടൊറമോണസ് ഇന്ത്യൻസ് ഉള്ള സ്ഥലത്തെത്താം. അവിടെ നിന്ന് അവരെ സഹായത്തിനായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. പക്ഷേ ആ 3 പേരും അത് സമ്മതിച്ചില്ല. കാൾ കൂടെയില്ലാതെ ആ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. മാർക്കസിനെ വഹിച്ചുകൊണ്ട് യാത്ര തുടരാമെന്ന് കെവിൻ പറഞ്ഞെങ്കിലും ഈ അവസ്ഥയിൽ അവനെ നടത്തണ്ട എന്ന് കാൾ പറഞ്ഞു. അപ്പോഴാണ് കെവിൻ മാപ്പിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവർക്ക് തൊട്ടരികിലുള്ള നദിയിലൂടെ പോവുകയാണെങ്കിൽ കരിപ്ലായ എന്ന സ്ഥലത്തെത്താം. അവിടെ നിന്ന് ലാപാസിലേക്കും. അവിടെ വെച്ച് മാർക്കസിന് ഉറപ്പായിട്ടും ചികിത്സ ലഭിക്കും. നദി ഒഴുക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് ചെല്ലും. അതിനുവേണ്ട ഒരു ചങ്ങാടം മാത്രം ഉണ്ടാക്കേണ്ട താമസമേ ഉള്ളൂ. പക്ഷേ കെവിൻ്റെ ആശയത്തോട് കാൾ യോജിച്ചു നിന്നില്ല. പക്ഷെ 3 പേരും ചേർന്ന് നിർബന്ധിച്ചപ്പോൾ കാൾ അവസാനം അതിന് സമ്മതിച്ചു. ഒടുവിൽ അവർ ചങ്ങാടം ഉണ്ടാക്കാൻ തുടങ്ങി.
അവിടെയുള്ള ചെറുമരങ്ങൾ വെട്ടിയും മരത്തിൻ്റെ തൊലികൾ ഉപയോഗിച്ചും അവർ ഒരു ചങ്ങാടമുണ്ടാക്കി. തുഴയാനായിട്ട് 2 പങ്കായവും അവർ ഉണ്ടാക്കി. അവരുടെ ബാഗും സാധനങ്ങളുമെല്ലാം ചങ്ങാടത്തിൽ എടുത്തു വെച്ചതിന് ശേഷം ചങ്ങാടം നദിയിലേക്ക് അവർ ഇറക്കി. അവർ 4 പേരും തുഴങ്ങി നീങ്ങാൻ തുടങ്ങി. മുൻപിലിരുന്ന് കാൾ അവരെ നയിച്ചു. ഒഴുക്കുള്ള നദി ആയതുകൊണ്ട് അവർക്കധികം തുഴയേണ്ടി വന്നില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒഴുക്കിൻ്റെ വേഗത കൂടി. പാറക്കൂട്ടങ്ങളുള്ള നദിയുടെ ഇടയിലൂടെ ചങ്ങാടം വേഗത്തിൽ നീങ്ങിത്തുടങ്ങി. ചങ്ങാടം അവരുടെ നിയന്ത്രണം വിട്ടുപോയി. പങ്കായം ഉപയോഗിച്ച് തുഴങ്ങി നീന്തിരിക്കാൻ നോക്കിയിട്ടും അവർക്കതിന് സാധിച്ചില്ല. ഒടുവിൽ വലതുഭാഗത്തുള്ള കരയോട് ചങ്ങാടം അടുപ്പിക്കാൻ കാൾ പറഞ്ഞു. പക്ഷേ കെവിൻ പറഞ്ഞത് നദിയുടെ ഒഴുക്കിൽ തന്നെ നമുക്ക് നീങ്ങാമെന്നായിരുന്നു. ഒടുവിൽ അതിൻ്റെ പേരിൽ അവർ 2 പേരും തമ്മിൽ വാക്ക് തർക്കവും അടിയും വരെയായി. അവസാനം പാടുപെട്ടിട്ടാണെങ്കിലും ചങ്ങാടം അവരൊരു കരയോട് അടുപ്പിച്ചു. ചങ്ങാടത്തിൽ നിന്നിറങ്ങിയ ഉടനെ തന്നെ കാളും കെവിനും അടിയുണ്ടാക്കാൻ തുടങ്ങി. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ നദിയിൽ പോകാൻ ഞാൻ ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ കെവിൻ തന്നെ അവരെ നയിച്ച് നദി വഴി പൊക്കോളാനും ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണെന്നും പറഞ്ഞ് കാൾ അവിടെ നിന്നും മാറിപ്പോയി. കാളില്ലാതെ അടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ബാക്കി 3 പേർ അവിടെ ഇരിക്കുകയാണ്. കാളിനോട് ചെന്ന് മാപ്പ് പറയാൻ മാർക്കസ് കെവിനോട് പറഞ്ഞെങ്കിലും കെവിൻ അതിന് തയ്യാറായില്ല. അവസാനം കാളിനെ തിരക്കി യോസി തന്നെ കാട്ടിലേക്ക് കയറേണ്ടി വന്നു. അവിടെ കുറച്ചു നേരം തിരക്കിയതിനു ശേഷം യോസി കാളിനെ കണ്ടു. അവസാനം യോസി കാളിനോട് മാപ്പ് പറഞ്ഞ് അവിടെ നിന്ന് തിരികെ കൂട്ടിക്കൊണ്ടുവന്നു. കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം കാൾ അവൻ്റെ തീരുമാനം എല്ലാവരോടും പറഞ്ഞു. മുമ്പോട്ടുള്ള യാത്രയിൽ നദിയിലൂടെ ചങ്ങാടത്തിൽ ഞാൻ ഉണ്ടാകില്ല. കാൽനടയായിട്ട് കാട്ടിലൂടെ ഞാൻ യാത്ര ചെയ്തു കൊള്ളാമെന്ന് കാൾ പറഞ്ഞു. തൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂടെ പോരാമെന്നും കാൾ പറഞ്ഞു. ചങ്ങാടത്തിലൂടെ തന്നെ യാത്ര ചെയ്യാമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെവിൻ. കെവിനും യോസിയും ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചപ്പോൾ മാർക്കസിൻ്റെ കാര്യം കെവിൻ എടുത്തു പറഞ്ഞു. കാൽ വയ്യാത്ത മാർക്കസിനെ കൊണ്ട് ചങ്ങാടത്തിൽ യാത്ര ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല അവന് കൂടുതൽ താല്പര്യം കാളിൻ്റെ ഒപ്പം യാത്ര ചെയ്യാനാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ യോസി മാർക്കസിനോട് പറഞ്ഞു. നമ്മൾ 4 പേരും ഇനി 2ആയി തിരിഞ്ഞിട്ടായിരിക്കും മുമ്പോട്ടുള്ള യാത്ര. മാർക്കസിനോട് ചങ്ങാടത്തിൽ യാത്ര ചെയ്യാമെന്ന് ഒരു തവണ യോസി ചോദിച്ചപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നും കെവിന് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമില്ലെന്നും മാർക്കസ് പറഞ്ഞു. ഞാൻ കാളിൻ്റെ കൂടെ കാൽനട വഴി യാത്ര ചെയ്തു കൊള്ളാമെന്ന് മാർക്കസ് പറഞ്ഞു. അവരുടെ ആ തീരുമാനം അധികം വൈകാതെ കാളിനെ അറിയിച്ചു. 3 ദിവസം കാൽനട വഴിയുള്ള യാത്രയിൽ കാളിനും മാർക്കസിനും ഇപ്പുർമ എന്ന സ്ഥലത്ത് എത്താൻ കഴിയും. പക്ഷേ ചങ്ങാടത്തിൽ യാത്ര ചെയ്യുന്ന യോസിക്കും കെവിനും കുറച്ച് ദിവസങ്ങളെടുക്കും. മാത്രമല്ല അത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ചങ്ങാടത്തിൽ യാത്ര ചെയ്ത് എവിടെ എത്തണമെന്ന് കാൾ കെവിന് കാണിച്ചു കൊടുത്തു. നദിയിൽ ഒരു കൊത്തൊഴുക്കുള്ള പാറക്കൂട്ടങ്ങളുള്ള ഒരു ഭാഗത്തെത്തുന്നതിന് തൊട്ട് മുൻപ് ഒരു കര കാണും. നിങ്ങൾ അവിടെ ഇറങ്ങണം. അവിടേക്ക് ചങ്ങാടം എത്തിക്കാൻ കഴിയില്ലെങ്കിൽ വെള്ളത്തിൽ ചാടി നീന്തിയിട്ടാണെങ്കിലും നിങ്ങൾ ആ കരയിലെത്തണം. കാരണം ആ നദിയിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കുത്തൊഴുക്കിൽപ്പെട്ടാൽ ജീവൻ പോലും തിരിച്ചു കിട്ടില്ല. കാൾ അങ്ങനെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി. കയ്യിലുള്ള ഭക്ഷണവും സാധനങ്ങളുമെല്ലാം 2ആയി തിരിച്ച് അവർ 2 കൂട്ടമായി തിരിഞ്ഞു. ഒടുവിൽ യോസിയും കെവിനും ചങ്ങാടത്തിൽ യാത്ര തുടർന്നു. ചെറിയ ഒഴുക്കുള്ളത് കൊണ്ട് അവർക്ക് തുഴയാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ചങ്ങാടം ഒഴുകി കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് കെവിൻ മുൻപിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കാൾ പറഞ്ഞ ആ വലിയ കുത്തൊഴുക്കും പാറക്കൂട്ടങ്ങളും. പെട്ടെന്ന് തന്നെ യോസിയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവർ 2 പേരും ആ വലിയ ഒഴുക്കിൽ തുഴഞ്ഞ് കാൾ പറഞ്ഞ ആ കരയിലേക്ക് അടുപ്പിക്കാൻ നോക്കി. വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്ക് കാരണം അവർക്കത് കരയിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നില്ല. അവസാനം ആ ചങ്ങാടത്തിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരും ഒഴുകി നീങ്ങി. കാൾ പറഞ്ഞ ആ ചെറിയ കരയും മറികടന്നുപോയി. പെട്ടെന്ന് അവരുടെ ചങ്ങാടം ഒരു പാറയിലേക്ക് ഇടിച്ചു കയറി. അവരുടെ ഭാഗ്യത്തിന് ആ ചങ്ങാടം തകർന്നില്ല. ആ കൊത്തൊഴുക്കിൻ നടുവിൽ ആ പാറയിലടിച്ച ചങ്ങാടത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ് അവർ 2 പേരും. അധികം നേരം ഇങ്ങനെ നിന്നാൽ ഉറപ്പായും അവർ 2 പേരും വെള്ളത്തിൽ വീഴും. അതുകൊണ്ട് 2ഉം കൽപ്പിച്ച് കെവിൻ ആ ഒഴുക്കിൽ എടുത്തു ചാടി. നദിയുടെ കുറുകെ നീന്തി ഒരു വിധത്തിൽ കെവിൻ കരയിൽ കയറി. ചങ്ങാടത്തിൽ പിടിച്ചു നിൽക്കുന്ന യോസിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും യോസിയുടെ കൈ വഴുതി അവൻ ആ കുത്തൊഴുക്കിലേക്ക് വീണു. ആ കുത്തൊഴുകിൽ ഒഴുകിപ്പോകുന്ന യോസിയെ നോക്കി നിൽക്കാനേ കെവിന് സാധിച്ചുള്ളൂ. യോസി ആ വലിയ ഒഴുക്കിലൊഴുകി നീങ്ങുമ്പോൾ വലിയ പാറക്കൂട്ടങ്ങളും അവൻ്റെ മുൻപിൽ അവൻ കാണുന്നുണ്ട്. യോസിയുടെ തല ഒരു പാറയിലിടിച്ച് ചോര വരാനും തുടങ്ങി. മുങ്ങിത്താണ യോസി അവസാനം ഒരു ചെറിയ പാറയിൽ പിടിച്ച് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് തൊട്ടടുത്ത കരയിലേക്ക് അവൻ നീന്തി കയറി. എഴുന്നേറ്റ് നിന്ന് യോസി ഉടൻ തന്നെ കെവിനെ ഉറക്കി വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിന് മറുപടി ഇല്ലായിരുന്നു. കുറേ ദൂരത്തോളം യോസി ഒഴുകി വന്നിരിക്കുകയാണ്. ആ വലിയ മഴക്കാട്ടിൽ യോസി ഒറ്റയ്ക്കാണ്. മുൻപിലുള്ള പാറയിൽ പിടിച്ചു കയറാൻ യോസി ശ്രമിച്ചു. അതിനിടയിൽ കൈ വഴുതിയെങ്കിലും യോസി ആത്മധൈര്യത്തോടെ പിന്നെയും അതിൽ പിടിച്ചു കയറി.
യോസി ആ ദിവസം കാട്ടിലൊറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞു നടന്നു. അന്ന് രാത്രി മഴ പെയ്തപ്പോൾ ഒരു പാറക്കിടയിൽ മഴ കൊള്ളാതെയാണ് യോസി ഇരുന്നത്. പിറ്റേ ദിവസം രാവിലെ യോസി എഴുന്നേറ്റപ്പോൾ താഴെയുള്ള നദിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ യോസി കണ്ടത് തൻ്റെ ബാഗ് ഒഴുകി പോകുന്നതാണ്. യോസി ഉടനെ തന്നെ ആ പാറക്കെട്ടിലൂടെ ആ ബാഗിന് പുറകിൽ ഓടാൻ തുടങ്ങി. വെള്ളത്തിലേക്ക് എടുത്തു ചാടി യോസി അവൻ്റെ ബാഗ് തിരികെ കരയിലേക്ക് എത്തിച്ചു. യോസി ബാഗ് തുറന്ന് നനഞ്ഞ വസ്ത്രങ്ങളും ബുക്കും പുറത്തെടുത്തു. അതിനിടയിൽ അവൻ്റെ മുത്തശ്ശൻ സമ്മാനിച്ച ആ പഴയ ഡയറിയും ഉണ്ടായിരുന്നു. യോസി ആ ഡയറി കുറേ നേരം നോക്കി നിന്നു. അതിനുശേഷം അവൻ്റെ ബാഗ് തോളിലിട്ടുകൊണ്ട് യോസി കെവിൻ്റെ പേര് വിളിച്ചുകൊണ്ട് അതിലെ നടക്കാൻ തുടങ്ങി. മടുത്തു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു പാറയുടെ മുകളിൽ യോസി ഇരുന്നു. അവൻ്റെ ബാഗിൽ നിന്ന് മാപ്പെടുത്ത് കുരിപ്ലായ എന്ന സ്ഥലത്തേക്കുള്ള വഴി അവൻ നോക്കി. അതിനുശേഷം ഒരു വെള്ള പേപ്പറിൽ യോസി ഇങ്ങനെ എഴുതി: ഞാൻ കുരിപ്ലായ ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്നും ഈ കത്ത് കണ്ടാൽ കെവിൻ ഉടൻ തന്നെ കുരിപ്ലായ ലക്ഷ്യമാക്കി വരണമെന്നും എഴുതി. ആ കത്തിൻ്റെ കൂടെ ബാഗിലുണ്ടായിരുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങളും ആ പാറയുടെ മുകളിൽ വെച്ചിട്ട് യോസി അവൻ്റെ യാത്ര തുടർന്നു. യാത്രക്കിടയിൽ യോസിക്ക് വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും വിഷപ്രാണികളെയും നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു മരത്തിൽ വിളഞ്ഞു കിടന്ന ഒരു പഴം പറിക്കാൻ മരം കയറിയപ്പോൾ യോസി മരത്തിൻ്റെ പൊത്തിൽ ഒരു അണലിയെ കാണുന്നുണ്ട്. പേടിച്ച് താഴെ വീണ യോസി ധൈര്യം സംഭരിച്ച് ഒന്നുകൂടെ തന്നെ ആ മരത്തിൽ കയറി ആ പാമ്പിനെ വലിച്ച് താഴെയിട്ടു. അതിനുശേഷം ഒരു കല്ലുപയോഗിച്ച് അതിൻ്റെ തലക്കടിച്ച് അതിനെ കൊന്നു. ആ ദിവസം രാത്രി യോസി കിടന്നുറങ്ങിയത് ഒരു മരത്തിൻ്റെ വേരുകൾക്കിടയിലാണ്. പിറ്റേ ദിവസവും യോസി അവൻ്റെ യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ധൈര്യം വരാൻ യോസി എപ്പോഴും ഒരു വാചകം ഉരുവിട്ടുകൊണ്ടിരുന്നു: കുരിപ്ലായിലേക്ക് ഞാൻ ഉറപ്പായിട്ടും എത്തും. ധൈര്യം സംഭരിച്ച് മുൻപോട്ട് നീങ്ങുക തന്നെ ചെയ്യും. യോസി ഇത് പലവട്ടം ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ ദിവസം രാത്രിയിലും യോസി ഒരു മരത്തിൻ്റെ കീഴിലായിരുന്നു കിടന്നുറങ്ങിയത്. ഇടയ്ക്ക് വെച്ച് മാർക്കസ് യോസിയെയും കെവിനെയും വിളിക്കുന്ന ശബ്ദം കേട്ടാണ് യോസി ഉണർന്നത്. അകലെ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ മാർക്കസ് നിൽക്കുന്നതാണ് യോസി കണ്ടത്. പക്ഷേ മാർക്കസ് അവിടെ ഇല്ലായിരുന്നു. അതവൻ്റെ വെറും തോന്നൽ മാത്രമായിരുന്നു. പെട്ടെന്നാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ചെടികൾ അനങ്ങുന്നത് യോസി ശ്രദ്ധിച്ചത്. ടോർച്ചടിച്ച് നോക്കിയപ്പോൾ യോസിക്ക് മനസ്സിലായി അതൊരു വന്യമൃഗമായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന്. യോസി പേടിയോടെ അവൻ്റെ ബാഗിലുള്ള ഫയർ ക്യാനും ലൈറ്ററും എടുത്ത് ആ ദിശയിലേക്ക് ചൂണ്ടിപ്പിടിച്ചു. പെട്ടെന്നൊരു പുലി അവൻ്റെ നേരെ ചാടി വരാൻ ശ്രമിച്ചു. ആ ഫയർ ക്യാൻ അതിന് നേരെ യോസി കത്തിച്ചതുകൊണ്ട് ആ പുലി പേടിച്ചോടി. അപകടം മുൻപിൽ പതിയിരിക്കുന്നുണ്ട് എന്ന ഭയത്തോടെയാണ് യോസി അന്ന് കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം യോസി എഴുന്നേൽക്കുന്നത് നെറ്റിയിലൊരു വേദനയോടെയാണ്. അവൻ്റെ നെറ്റിയുടെ ഒരു ഭാഗം മുഴിച്ചിരിക്കുകയാണ്. ആ മുഴയ്ക്കുള്ളിൽ ഒരു അനക്കം യോസി ശ്രദ്ധിച്ചു. യോസി ഉടനെ ബാഗിലുള്ള ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ആ മുഴ കീറി ഒരു വലിയ വിരയെ അതിൽ നിന്ന് പുറത്തെടുത്തു. അതെവിടെ നിന്നാണ് വന്നതെന്ന് യോസിക്ക് അറിയില്ല. ആ ഭാഗത്ത് കട്ട പിടിച്ച ചോര യോസി ഞെക്കി പുറത്തു കളഞ്ഞു. യോസിയുടെ യാത്രക്കിടയിൽ അവൻ്റെ ബാഗിൽ കരുതി വെച്ചിരുന്ന ഭക്ഷണമെല്ലാം തീർന്നിരിക്കുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെയാണ് യോസി ഇപ്പോൾ നടക്കുന്നത്. നടന്നു നീങ്ങിയപ്പോഴാണ് യോസി വഴിയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒരു വലിയ കമ്പ് ആരോ കുത്തി നട്ടിയിരിക്കുന്നു. മനുഷ്യവാസമുള്ള പ്രദേശമാണെന്നാണ് യോസി വിചാരിച്ചത്. മനുഷ്യന്മാർ ആരെങ്കിലും ഈ കാട്ടിലുണ്ടാകുമെന്ന് വിചാരിച്ച് സഹായം ചോദിച്ച് യോസി മുൻപോട്ട് നീങ്ങി. പക്ഷെ ഒരു മറുപടിയും ഇല്ലായിരുന്നു. അപ്പോഴാണ് യോസി അവൻ്റെ മുൻപിൽ 2 പക്ഷിമുട്ടകൾ കാണുന്നത്. വിശന്നിരിക്കുന്ന യോസിക്ക് എന്ത് കിട്ടിയാലും തിന്നും എന്ന അവസ്ഥയിലാണ്. യോസി ആ മുട്ട പൊട്ടിച്ച് നോക്കിയപ്പോൾ വിരിയാടായ ഒരു മുട്ടയായിരുന്നു അത്. ആ ചെറിയ പക്ഷിക്കുഞ്ഞിനെ വേറെ വഴിയില്ലാതെ തൻ്റെ വിശപ്പകറ്റിൽ യോസി ഭക്ഷിച്ചു. ആ മുട്ടത്തോടെ ഉപേക്ഷിച്ച ശേഷം യോസി മുൻപിലേക്ക് നീങ്ങി. അപ്പോഴാണ് ഒരു ചെറിയ ജനവാസം ഉണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു സ്ഥലം യോസി കണ്ടത്. ആൾക്കാർ ഉപേക്ഷിച്ചു പോയ ഒരു പഴയ സ്ഥലമായിരുന്നു അത്. ആരെയും രക്ഷിക്കാൻ ഇവിടെ കാണുമെന്ന് വിചാരിച്ച യോസിയുടെ ആ അവസാന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. യോസി കുറച്ച് മുൻപിലേക്ക് നടന്നതിന് ശേഷം യോസി അവൻ്റെ മാപ്പെടുത്ത് ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. കുരിപ്ലായിലേക്ക് എത്തണമെങ്കിൽ മൈലുകൾ തണ്ടണം. യോസി അവൻ്റെ ഈ അവസ്ഥയിൽ എങ്ങനെ മുൻപിലേക്ക് നീങ്ങണം എന്നാലോചിച്ചു. തന്നെക്കൊണ്ട് അത് നടന്നു ചെല്ലാൻ പറ്റുമെന്നും എത്ര ദൂരമാണെങ്കിലും അത് നടന്നെത്താവുന്നതേ ഉള്ളൂവെന്നും യോസി സ്വയം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അപ്പോഴാണ് യോസി അവൻ്റെ ബൂട്ടൂരി കാലുകൾ ശ്രദ്ധിച്ചത്. അവൻ്റെ കാലിൽ നിറയെ മുറിവുകളാണ്. ഇത്രയും ദൂരം നടന്നത് മൂലം ഉണ്ടായ മുറിവുകൾ. യോസിക്ക് ഇനി നടക്കണമെങ്കിൽ ആ മുറിവുകൾ സഹിച്ചുകൊണ്ട് നടക്കണം. അപ്പോഴാണ് യോസി മാർക്കസ് കടന്നുപോയ ഇതേ സാഹചര്യത്തെ ഓർത്തത്. അന്ന് അവന് നടക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ ഒരു ബീരു എന്നവരെ അവൻ മനസ്സിൽ വിളിച്ചിരുന്നു. ഇപ്പോൾ യോസി ആ കാര്യം പറഞ്ഞു തോർത്ത് കരഞ്ഞുകൊണ്ട് മാർക്കസിനോട് ക്ഷമ ചോദിക്കുകയാണ്. പിറ്റേ ദിവസം യോസി ആ മുറിഞ്ഞ കാലുകൾ കൊണ്ട് തന്നെ മുൻപോട്ട് നടക്കുകയാണ്. യോസി നടന്ന് നീങ്ങുമ്പോഴാണ് വഴിയിൽ ആരോ നടന്ന കാൽപ്പാടുകൾ യോസി ശ്രദ്ധിച്ചത്. അത് കണ്ടപ്പോൾ യോസിക്ക് പ്രതീക്ഷ വന്നു. അത് കെവിൻ്റെ ബൂട്ടിൻ്റെ കാൽപ്പാടാണ് എന്ന് യോസി വിചാരിച്ചു. യോസി സന്തോഷത്തോടെ കെവിൻ്റെ പേര് മുറക്കെ വിളിച്ചുകൊണ്ടിരുന്നു.
പക്ഷേ അതിന് തൊട്ടടുത്ത് താൻ ഇന്നലെ ഭക്ഷിച്ചിട്ട് പോയ മുട്ടയുടെ തോട് കണ്ടപ്പോഴാണ് യോസിക്ക് കാര്യം മനസ്സിലായത്. താൻ ഇന്നലെ വന്ന അതേ സ്ഥലം തന്നെയാണ് തന്നത്. ആ കാൽപ്പാടുകളും യോസിയുടെ തന്നെ കാൽപ്പാടുകളായിരുന്നു. ഇത് മനസ്സിലാക്കിയപ്പോൾ യോസിക്ക് വളരെയധികം ദേഷ്യം വന്നു. ഒരു ദിവസം മുഴുവൻ ആ മാപ്പ് നോക്കി താൻ നടന്നത് വെറുതെയായിരുന്നു എന്ന് യോസിക്ക് തോന്നിപ്പോയി. കാൾ പറഞ്ഞതുപോലെ നദിയിലൂടെ യാത്ര ചെയ്തതാണ് ഇതിനെല്ലാത്തിനും കാരണം. കാൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ തനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് യോസി സ്വയം പഴിച്ചു. യോസി ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 14 ദിവസങ്ങളായി. ആ കാട്ടിലൂടെ എങ്ങും എത്താത്ത യാത്ര യോസിയെ വളരെയധികം നിരാശയിലാഴ്ത്തി. ആ വലിയ വനത്തിൽ വലിയൊരു മഴ പെയ്തപ്പോൾ അവൻ്റെ ബാഗിലുണ്ടായിരുന്ന ഒരു ചുവന്ന റെയിൻകോട്ട് യോസി ധരിച്ചു. മഴയത്തും യോസി യാത്ര ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ മുൻപിൽ വലിയൊരു വെള്ളപ്പൊക്കമാണ് അവൻ കണ്ടത്. യോസി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പാറയിടുക്കിൽ കയറി കിടന്നു. അവൻ്റെ പ്രിയപ്പെട്ട ഡയറി നെഞ്ചോട് ചേർത്ത് വെച്ചാണ് അവൻ അന്ന് കിടന്നുറങ്ങിയത്. ഉറങ്ങി എണീറ്റപ്പോൾ യോസി കണ്ടത് അവൻ്റെ മുൻപിൽ ഇന്നലെ പെയ്ത മഴ കാരണം വെള്ളം കെട്ടിക്കിടക്കുന്നതാണ്. ഇന്നലെ പെയ്ത മഴയിൽ ആ കാട്ടിലെങ്ങും വെള്ളത്തിൻ്റെ കുത്തൊഴുക്കാണ്. ഇതേ സമയം ആ കാടിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു നദിയുടെ കരയിൽ ഒഴുക്കിൽപ്പെട്ട് ബോധം പോയി കിടക്കുകയാണ് കെവിൻ. ആ വഴി വന്ന റോറൻബെക്കിലെ 2 പേർ കെവിൻ നദിക്കരയിൽ കിടക്കുന്നത് കണ്ടു. ഒട്ടും വൈകാതെ തന്നെ അവർ കെവിനെ സുരക്ഷിതമായി റോറൻബെക്ക് എന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. റോറൻബെക്കിൽ നിന്ന് ഏകദേശം 120 മൈൽ അകലെയാണ് കുരിപ്ലായ സ്ഥിതി ചെയ്യുന്നത്. റോറൻബെക്കിലെ ഗ്രാമവാസികളെല്ലാവരും കെവിനെ ശുശ്രൂഷിച്ചു. കെവിൻ അവൻ്റെ ആരോഗ്യം അങ്ങനെ പതിയെ വീണ്ടെടുത്തു. ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം കെവിൻ ആദ്യം കാണാൻ ചെന്നത് ഗ്രാമത്തിലെ പോലീസ് ചീഫായിട്ടുള്ള കമാൻഡർ അർമാൻഡോയെയാണ്. അദ്ദേഹത്തോട് കെവിൻ നടന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു. തൻ്റെ സുഹൃത്തായ യോസി കാട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയെന്നു, ഉൾക്കാട്ടിൽ എവിടെയോ ആണെന്നും കെവിൻ പറഞ്ഞു. മാത്രമല്ല യോസിയെ രക്ഷിക്കാൻ തന്നെ സഹായിക്കണമെന്നും കെവിൻ അവരോട് അഭ്യർത്ഥിച്ചു. ഇതേ സമയം ആമസോണിലെ ഉൾക്കാട്ടിലെ ഒരു ചെറിയ പാറയിടുക്കിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ആർത്തിയോടെ കുടിക്കുകയാണ് യോസി. പെട്ടെന്നാണ് യോസി ഒരു ചെറു വിമാനം പറന്നു പോകുന്ന ശബ്ദം കേട്ടത്. യോസി ഉടനെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഉയർന്ന പാറയുടെ മുകളിൽ കയറി തൻ്റെ ചുവന്ന റെയിൻകോട്ട് ഉയർത്തി അലറി വിളിച്ചു. പക്ഷെ ആ വലിയ കാടിനുള്ളിൽ നിന്നുള്ള യോസിയുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആ ചെറു വിമാനത്തിലുണ്ടായിരുന്നത് കെവിനായിരുന്നു. യോസിയെ തപ്പിത്തേടി കണ്ടുപിടിക്കാൻ ഇറങ്ങിയതായിരുന്നു കെവിൻ. പക്ഷേ ഉയരത്തിൽ പറന്നു പോകുന്നത് കൊണ്ട് കെവിന് താഴെയുള്ളതൊന്നും വ്യക്തമായി കാണാൻ സാധിച്ചില്ല. യോസിക്ക് കിട്ടിയ ആ അവസാന പിടിവള്ളിയും നഷ്ടപ്പെട്ടതോർത്ത് യോസി അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു. യോസിയെ കാണാൻ സാധിക്കാത്തതിൻ്റെ നിരാശയോടെയായിരുന്നു കെവിൻ തിരികെ റോറൻബെക്കിലേക്ക് എത്തിയത്. തിരികെ എത്തിയ ഉടനെ തന്നെ കെവിൻ കമാൻഡർ അർമാൻഡോയോട് മറ്റെന്തെങ്കിലും രീതിയിൽ തൻ്റെ സുഹൃത്തിനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ അർമാൻഡോ അതിന് തയ്യാറായില്ല. ഇത്രയും വലിയ കാട്ടിൽ പെട്ടുപോയ ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. ഉറപ്പായും നിങ്ങളുടെ സുഹൃത്ത് മരിച്ചിട്ടുണ്ടാകും. അവനെ തേടുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നും അർമാൻഡോ പറഞ്ഞു. പക്ഷേ യോസി മരിച്ചിട്ടില്ലെന്നും അവനെ ഒറ്റയ്ക്ക് ഞാൻ കണ്ടെത്തുമെന്നും അത് തന്നെ ജീവൻ പോയിട്ടാണെങ്കിലും കണ്ടെത്തുമെന്നും കെവിൻ പറഞ്ഞു. കെവിൻ്റെ സ്ഥിതിയിൽ പരിതാപം തോന്നിയ അർമാൻഡോ അവനെ സഹായിക്കാൻ സാധിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തി. സെനിയോർ ടിക്കോ. ഒരു ബോട്ടുകാരനായ ടിക്കോയ്ക്ക് ആ കാട്ടിലെ നദിയുടെ എല്ലാ അറ്റവും നന്നായിട്ടറിയാം. യോസിയെ കണ്ടെത്താൻ ടിക്കോയ്ക്ക് മാത്രമേ ഇനി കഴിയത്തുള്ളൂ. പക്ഷേ ടിക്കോയുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞപ്പോഴേക്കും അർമാൻഡോ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് ടിക്കോയും പറഞ്ഞത്. യോസിയെ അന്വേഷിച്ചു പോകുന്നതിൽ ഒരു കാര്യമില്ല, അവൻ ഉറപ്പായിട്ടും മരണപ്പെട്ടിട്ടുണ്ടാകും. ടിക്കോയും സഹായിക്കില്ല എന്ന് മനസ്സിലാക്കി കെവിൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ടിക്കോയുടെ ഒരു ബോട്ട് വാങ്ങാൻ തയ്യാറായി. അപ്പോഴാണ് ടിക്കോയ്ക്ക് മനസ്സിലായത് യോസിക്ക് വേണ്ടി ഏതറ്റവും പോകാൻ കെവിൻ തയ്യാറാണ് എന്ന്. കെവിൻ്റെ അപേക്ഷയ്ക്ക് മുൻപിൽ ടിക്കോയ്ക്ക് അവസാനം വഴങ്ങിയിട്ട് വന്നു. യോസിയെ അന്വേഷിച്ച് ഒരു ബോട്ടിൽ അവർ അങ്ങനെ യാത്ര തുടങ്ങി. ഇതേ സമയം കാട്ടിൽ അവശനായി നിലത്ത് കിടന്ന യോസി ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേട്ടു. ആരാണ് എന്നറിയാൻ എഴുന്നേറ്റ് ചെന്ന് നോക്കി യോസി കണ്ടത് ഒരു കാട്ടുജാതിക്കാരായ പെൺകുട്ടി നിലത്തിരുന്ന് കരയുന്നതാണ്. യോസിയെ കണ്ടയുടനെ ആ പെൺകുട്ടി പേടിച്ച് ഓടാൻ ശ്രമിച്ചു. പക്ഷേ യോസി സാവധാനം ആ പെൺകുട്ടിയെ സമീപിച്ചപ്പോൾ ആ പെൺകുട്ടി അനങ്ങിയില്ല. യോസി ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരുവർക്കും പരസ്പരം ഭാഷ അറിയാൻ കഴിയാത്തതുകൊണ്ട് അവർ പരസ്പരം സംസാരിക്കുന്നത് മനസ്സിലായില്ല. പക്ഷേ യോസി ആംഗ്യത്തിൽ അവൻ്റെ അവസ്ഥ എന്താണെന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ ദിവസം രാത്രി ആ പെൺകുട്ടിക്ക് കിടന്നുറങ്ങാൻ യോസി ഒരു സ്ഥലം ഒരുക്കി നൽകി. പുതയ്ക്കാനായിട്ട് അവൻ്റെ പുതപ്പ് നൽകി. യോസിയുടെ സമീപനത്തിൽ പിന്നീട് ആ പെൺകുട്ടിക്ക് പേടി തോന്നിയില്ല. യോസി ആ ദിവസം രാത്രി മുഴുവൻ ആ പെൺകുട്ടിക്ക് കാവലിരുന്നു. പിറ്റേ ദിവസം അവർ ഒരുമിച്ച് അവരുടെ യാത്ര തുടർന്നു. യോസി ആ പെൺകുട്ടിയോട് വാതാരാതെ സംസാരിച്ചു. ആ പെൺകുട്ടിക്ക് അവൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിലും അതെല്ലാം കേട്ടു നിന്നു. അന്നേ ദിവസം രാത്രി ആ പെൺകുട്ടി അവൾക്ക് അവിടെ നിന്ന് പോകണമെന്ന് അവളുടെ ആംഗ്യത്തിൽ പറഞ്ഞു. പക്ഷേ യോസിക്ക് അത് അംഗീകരിക്കാൻ കഴിയത്തില്ലായിരുന്നു. യോസി അവൻ്റെ അവസ്ഥ ആ പെൺകുട്ടിയോട് പറഞ്ഞു. യോസിയുടെ അവസ്ഥയിൽ ദയനീയത തോന്നിയ ആ പെൺകുട്ടി അവസാനം കരഞ്ഞു. യോസി ആ ദിവസം രാത്രി ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചു കിടത്തി. അവളെ പതുക്കെ തലോടി. പക്ഷേ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയും യോസിയുടെ ഒരു തോന്നൽ മാത്രമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് യോസി ആ കാര്യവും മനസ്സിലാക്കിയത്.
അന്ന് നടക്കാൻ പോലും പറ്റാത്ത യോസി പിറ്റേ ദിവസം ഒരു വടിയും കുത്തിപ്പിടിച്ച് അവൻ്റെ യാത്ര തുടർന്നു. യോസി ഭക്ഷണം കഴിച്ചിട്ടിപ്പോൾ ദിവസങ്ങളോളമായി. ഓരോ അടിയും മുൻപോട്ട് സൂക്ഷിച്ചു വയ്ക്കുമ്പോഴും യോസി തളർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് യോസി മുൻപിലുണ്ടായിരുന്ന ഒരു ചേറിലേക്ക് വഴുതി വീണത്. യോസിയുടെ കഴുത്തിന് താഴേക്ക് മുഴുവൻ ആ ചെളിയുടെ അടിയിലാണ്. തൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ അവൻ്റെ പ്രിയപ്പെട്ട ഡയറി എടുക്കാൻ യോസി അനങ്ങിയപ്പോൾ അവൻ ഒന്നുകൂടി ആ ചേറിൽ താണുപോയി. യോസി ആ ചെയറിന് മുകളിൽ മണിക്കൂറോളം അനങ്ങാതെ കിടന്നു. കണ്ണു തുറന്നപ്പോൾ തൻ്റെ മുന്നിലേക്ക് ഒരു ചെടി ചാങ്ങി കിടക്കുന്നത് യോസി ശ്രദ്ധിച്ചു. യോസി ശരീരം അനക്കാതെ കൈകൾ മാത്രം ഉപയോഗിച്ച് ആ ചെടിയിൽ പിടിച്ചു. പതിയെ പതിയെ ആ ചെടിയിൽ പിടിച്ച് അവൻ വലിച്ച് ആ ചേറിൽ നിന്ന് കരയിൽ കയറി. ശരീരം മൊത്തം തളർന്ന യോസിക്ക് അവിടെ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. യോസിക്ക് ഒന്ന് മുൻപിലേക്ക് അനങ്ങി നടക്കാൻ വേണ്ടി യോസി തൊട്ടടുത്ത് കിടന്ന ഒരു മരത്തിൽ പിടിച്ചു കുലുക്കി. അതിൽ നിന്ന് വീണ ചുവന്ന ഉറുമ്പുകൾ അവൻ്റെ ശരീരത്തിൽ വീണ് അവനെ കടിച്ചു. ആ വേദനയിൽ യോസി മുൻപിലേക്ക് ഓടാൻ ശ്രമിച്ചു. മുൻപിലേക്ക് ഓടിയ യോസി എത്തുന്നത് ഒരു നദിയുടെ തീരത്താണ്. അവിടെ എത്തിയപ്പോഴേക്കും യോസി തളർന്ന് വീണിരുന്നു. വിശന്നു വലങ്ങിയ യോസിക്ക് മുൻപിൽ ഒരു ആമ നടന്നു പോയപ്പോൾ അതിനെ ഭക്ഷിക്കാനായി ഒരു കല്ലെടുത്ത് അതിനെ കൊല്ലാനൊരുങ്ങി. പക്ഷേ യോസിക്ക് അത് സാധിച്ചില്ല. ആ ആമയെ യോസി വെറുതെ വിട്ടു. ആ ദിവസം രാത്രി യോസി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കൈവിരിച്ചു നോക്കി ആസ്വദിച്ചു. അത്രയും ക്ഷീണിച്ചിരുന്ന യോസിക്ക് അതൊരു കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. യോസിയുടെ യാത്ര ഇപ്പോൾ 19-ാം ദിവസവും മറികടന്നിരിക്കുകയാണ്. യോസിയെ അന്വേഷിച്ച് കെവിനും ടിക്കോയും അവരുടെ ബോട്ടിൽ യോസി കിടക്കുന്ന നദിയോട് ചേർന്നുള്ള കരയിലെത്തി. ആ കരയിൽ ഒരു വലിയ തടിയോട് ചേർന്ന് ചെളി പുരണ്ട ശരീരവുമായി കിടന്നുറങ്ങിയ യോസിയെ കെവിൻ കണ്ടില്ല. ആ നദിയിലൂടെ മുൻപോട്ട് നീങ്ങുക സാധ്യമല്ല എന്ന് ടിക്കോ പറഞ്ഞു. മുൻപിലേക്ക് പോകുമ്പോൾ ഇനി വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടും. അതുകൊണ്ട് യോസിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ടിക്കോ കെവിനോട് പറഞ്ഞു. കെവിൻ ഒരു സുഹൃത്തെന്ന രീതിയിൽ യോസിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. ഇനി അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി കെവിൻ മടങ്ങിപ്പോകാനായിട്ട് തീരുമാനിച്ചു. കെവിനും ടിക്കോയും അവരുടെ ബോട്ടിൽ തിരിച്ച് റൂറൻബെക്കിലേക്ക് മടങ്ങി. ബോട്ട് നീങ്ങുന്ന ശബ്ദം കേട്ടിട്ടാണ് യോസി ഉണർന്നത്. യോസി തല ഉയർത്തി നോക്കിയപ്പോൾ കാണുന്നത് ബോട്ടിൽ തിരികെ മടങ്ങുന്ന കെവിനെയാണ്. കെവിൻ്റെ പേര് ഉറക്കെ വിളിക്കാൻ യോസി ശ്രമിച്ചെങ്കിലും യോസിക്ക് അതിന് സാധിച്ചില്ല. സർവ്വശക്തിയുമെടുത്ത് യോസി അവിടെ എഴുന്നേറ്റ് നിന്നു. നിരാശയോടെ കെവിൻ മടങ്ങിപ്പോകുന്നത് യോസി നോക്കി നിന്നു. ബോട്ടിൽ തിരികെ പോയ കെവിൻ അവസാന പ്രതീക്ഷയോടെ ഒന്ന് തിരികെ നോക്കി. അകലെ അവർ വന്ന ആ കരയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന യോസിയാണ് അവൻ കണ്ടത്. എഴുന്നേറ്റ് നിൽക്കുന്ന യോസിയെ കണ്ട് കെവിൻ ആശ്ചര്യപ്പെട്ടു. അതിനുമുപരി അവൻ സന്തോഷിച്ചു. കെവിനും ടിക്കോയും ബോട്ട് തിരിച്ച് യോസിയുടെ അരികിലേക്ക് വന്നു. യോസിയെ കണ്ടയുടനെ കെവിൻ യോസിയെ കെട്ടിപ്പിടിച്ചു. കെവിൻ തന്നെ അന്വേഷിച്ചു വരുമെന്നുള്ള യോസിയുടെ പ്രതീക്ഷയുടെ വിജയമായിരുന്നു അത്. കെവിൻ അവശനായ യോസിയെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി. അവന് ധരിക്കാൻ ഒരു ഷർട്ടും നൽകി. യോസിയെ കൂട്ടിക്കൊണ്ട് അവർ അങ്ങനെ തിരികെ റൂറൻബെക്കിലേക്ക് യാത്ര തിരിച്ചു. റൂറൻബെക്കിലെത്തിയ അവിടുത്തെ ജനങ്ങൾ യോസിയെ അത്ഭുതത്തോടെയാണ് നോക്കിയത്. 19 ദിവസത്തോളം ആമസോൺ മഴക്കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ച ഒരാളെ ആദ്യമായിട്ടാണ് അവർ നേരിൽ കണ്ടത്. യോസി മരണപ്പെട്ടു എന്ന് വിചാരിച്ച് പലരും അവനെ നോക്കി നിന്നു. ആമസോൺ കാട്ടിലെ വന്യമൃഗങ്ങളും അപകടങ്ങളും കുത്തൊടുക്കുന്ന നദിയും എന്തിന് ബിഷപ്പിനെ വരെ അതിജീവിച്ച ആ മനുഷ്യൻ്റെ പേരാണ് യോസി ഗിൻസ്ബർഗ്.